ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. ഈവനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറേ ആയല്ലേ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. കാരണം എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഫോണിൽ പോലും ഞാൻ വരയ്ക്ക് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോൺ എടുത്തപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന കൂട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവൾ റൂമിൽ 5 റൂമിൽ കിടന്ന് ഉറങ്ങുക കേട്ടോ. തുഹീനെ വെളിയിൽ പോയി. അപ്പോൾ 5 റൂമിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് എടുത്ത്. കാരണം ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, ഉറങ്ങുമല്ലേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചിലവ്. മുകളിലത്തെ ഫ്ലോർ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ വിചാരിച്ചു. അപ്പം ഇന്നിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന കൊടുത്ത് കിടപ്പുണ്ടായിരുന്നു. മറ്റേ ഫെബ എന്ന് പറയുന്ന കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. വീഡിയോ ഒന്നും ഇല്ലത്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല കേട്ടോ. ഫോൺ എടുക്കുന്ന പോലും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പം ഷോർട്ട് പോലും അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതാണ് റീസൺ. പിന്നെ എന്താ, അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് റൊട്ടീൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത്രയും നേരം ഉറക്കാറുണ്ട്. സൺഡേ ആയതുകൊണ്ട് അറിയാമല്ലോ, ഉറങ്ങി മരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈവനിങ് റൊട്ടീൻ എങ്കിലും എടുക്കും, കാരണം അതെങ്കിലും എഡിറ്റ് ചെയ്തിടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഈവനിങ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്ത് നല്ല സുഖമായിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ വാഷ് ചെയ്തതുകൊണ്ട് ഇന്നലെ ഫുള്ള് പണിയായിരുന്നു കേട്ടോ. ഇന്നലെയും ഫുള്ള് പണിയായിരുന്നു. ഇന്നലെ ക്ലാസ്സും ഹോസ്പിറ്റലോ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ ഹോസ്റ്റൽ മാറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സെറ്റ് ചെയ്ത് എല്ലാം ബെഡ്ഷീറ്റും എല്ലാം കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് മാറുന്നതെന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ അവിടെ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് മാറിയില്ല. അപ്പോൾ എന്താ മാറുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചു. ബെഡ്ഷീറ്റൊക്കെ കഴുകി വൃത്തിയാക്കി, ബ്ലാങ്കറ്റൊക്കെ കഴുകി സെറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും കുളിച്ചിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ. ഇന്നലെയാണ് ഇച്ചിരി വെയിൽ വന്നത്. ആ ടൈമിൽ ഉച്ചയ്ക്ക് ഫുള്ള് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഉണങ്ങി. കുറച്ചൊക്കെ ഇന്നലെ തന്നെ വൈകുന്നേരം ഉണങ്ങി, അതൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. പിന്നെ ബാക്കി ഇന്ന് ഉണങ്ങിക്കാണും. അപ്പം ഞാൻ എന്തായാലും നന്നായിട്ട് കുളിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ റൂമിൽ നിന്ന് വീഡിയോ എടുത്താലും ഞാൻ വോയിസ് ഓവറേ കൊടുക്കുള്ളൂ. കാരണം വെച്ചാൽ ഡിസ്റ്റർബ് ആവും, നമ്മൾ അതൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇല്ലെങ്കിൽ ഞാൻ പതുക്കെ പറയുമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഉറക്കത്തിൽ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് വേറെ ആൾ സംസാരിച്ചാലൊന്നും എനിക്ക് വലിയ ഇങ്ങനെ ചെവിയുടെ അടുത്ത് ബ്ലൂബാ സംസാരിക്കരുത്, എന്നാലും അപ്പുറത്ത് കെട്ടില്ലെന്നൊന്നും സംസാരിച്ച് എനിക്ക് വലിയ ഒരു മിനിമം വോളിയത്തിൽ ഈ ഒരു വോളിയത്തിൽ സംസാരിച്ചൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൾക്ക് അഞ്ജുവിനും കുഴപ്പമില്ല. പക്ഷേ തുഹീനൊക്കെ അങ്ങനെ അല്ല കേട്ടോ. ഭയങ്കരമായിട്ട് അവൾക്കിങ്ങനെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഉറങ്ങണം. ശബ്ദം, ലൈറ്റ്, ഭയങ്കര ഡിസ്റ്റർബൻസാണ് ഇതൊക്കെ. അപ്പം ഞാൻ റൂമിൽ പോയിട്ട് വീഡിയോ എടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങനെ ഹോട്ട് ഓയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഇല്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ചായ ഇടണമല്ലോ. അപ്പം മുടിയിൽ കുറച്ച് നേരം എണ്ണയും പിടിക്കുമല്ലോ ചായ കുടിക്കുന്ന ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ചായയും ഇടാം. ജസ്റ്റ് ഒരു പ്ലേറ്റിൽ അത് ഒഴിച്ചിട്ട് വേറൊരു അടപ്പിനകത്ത് നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാക്കിയിട്ട് അത് തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ ചായയൊക്കെ ഇട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ. ചായ ഇട്ട് അവിടെ അടച്ച് മാറ്റി വെച്ചു. എണ്ണ ഇട്ട് കഴിഞ്ഞ് കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ എണ്ണയും നന്നായിട്ട് പിടിക്കാനൊരു ടൈം കിട്ടുമല്ലോ. അപ്പം ഞാൻ ചായയും ആ ഒരു തിളച്ച ചൂടിൽ നിന്ന് കുറച്ച് ആറി കറക്റ്റ് ഇതിനായിട്ട് കിട്ടുമല്ലോ. അപ്പം ഞാനങ്ങനെ ചായ ഇട്ടിട്ട് കെറ്റിലൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. ചായയൊക്കെ ഇട്ടു, ഞാൻ അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പോയി പ്ലേറ്റും പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എണ്ണയൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോഴേക്കും ഞാൻ മിററും ചീപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് ചീകി സെറ്റൊക്കെ. അപ്പോൾ എൻ്റെ മാല ഊരി വെക്കുക കേട്ടോ. ഇവിടെ വന്നതിന് ശരിക്കും 3ാമത്തെ മാലയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും കളറ് ഫെയ്ഡായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മിയൊക്കെ പറഞ്ഞു മാല ഫെയ്ഡായി തുടങ്ങിയെന്ന്. ഒന്നുകിൽ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ഉമ്മി കൊറിയർ വിടും. ഉമ്മി കടയിൽ നിന്ന് നോക്കിയെടുത്തിട്ട്. അപ്പം ഉമ്മിയുടെ കടയിൽ ഇപ്പോൾ പുതിയ സെലക്ഷനൊക്കെ വന്നിട്ട് അപ്പോൾ എന്നെ കാണിച്ചു. അപ്പോൾ ഒന്നെങ്കിലും ഉമ്മി കൊറിയർ വിടും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ മാല ഞാൻ ഊരി വെച്ചു.
അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല തലയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്നിരുന്ന് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. വാലാകോല എണ്ണ വെച്ച് പോയി കുളിക്കും എന്നല്ലാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് ഓയിലിംഗ് ഒക്കെ ചെയ്തു സെറ്റാക്കി നമുക്ക് പോയി ചായ കുടിക്കാം. അപ്പോൾ ഞാൻ തലയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഷാമ്പു ഇടാനാണ് പ്ലാനിങ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് എണ്ണ വെച്ചത്. ഷാമ്പു ഞാൻ ഇട്ട കേട്ടോ കഴിഞ്ഞ ദിവസം, പക്ഷേ ഇത് ഇത്തിരി ഓവറായിപ്പോയി എണ്ണ. എന്നാലും മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കണ്ട് എൻ്റെ നെറ്റ് കയറി ചെയ്ത് എവിടോട്ട് പോകാമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മൊത്തം എണ്ണ തേച്ചു സെറ്റാക്കാമെന്ന്. അപ്പം ചായയൊക്കെ ഇട്ട് ഞാൻ ഇവിടെ അടച്ചു വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം കുടിക്കാം. കറക്റ്റ് ചൂടായിട്ടുണ്ട്. നല്ല മധുരമുള്ള ചായ. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് പോയി കുളിക്കാം. കുളിച്ചിട്ട് വന്നിട്ട് വേണം തുണി വറുക്കാൻ പോകണം. ഇപ്പം തന്നെ 5:35 കേട്ടോ. പെട്ടെന്ന് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് പെട്ടെന്ന് വന്ന് തുണി വറക്കിയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് തുണി വറക്കിയിട്ട് കുളിച്ചാലും തുണി വറക്കിയിട്ട് അല്ലേ വേണ്ട, കുളിച്ചിട്ട് പോയിട്ട് വറക്കാം. എവിടെയാണ് നോക്കുന്നേ? എനിക്ക് തന്നെ കോങ്കണ്ണ് പോലെ ഫീൽ ചെയ്യുന്നു ഇവിടോട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇവിടോട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. അപ്പം എന്തായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിന് മുമ്പ് എന്തായാലും 5:45. അപ്പം ഞാൻ വിചാരിച്ചു ടെറസിൽ പോയി ഡ്രസ്സിങ് എടുത്തിട്ട് വരാം. കണ്ടോ ഗൈസ് പിമ്പിൾസ്. നമ്മളെ മാറുന്ന ഹോസ്റ്റലിൽ എനിക്ക് തോന്നുന്നു ഇതില്ല, വൈഫൈ ഇല്ല. എൻ്റെ ഡ്രസ്സ് എവിടെ വിരിച്ചിട്ട് ഗൈസിലാണ്ട് ബെഡ്ഷീറ്റൊക്കെ കുറേ 2 ബെഡ്ഷീറ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇന്നലെ എടുത്തിട്ടൊക്കെ പോയി. അപ്പോൾ അതേ ബാക്കിയുള്ള തുണിയും തുണി ഉണ്ടായിരുന്നു ഗൈസ്. ഇന്നലെ ഇരുന്ന് കഴുകിയിട്ട്. അതുകൊണ്ട് എനിക്ക് കാലിനൊക്കെ നല്ല വേദനയായിരുന്നു രാവിലെ. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് ഞാൻ കഴുകിയിട്ടിരുന്ന ഒരു പാൻറ്റും ബനിയനും താഴെ പോയിട്ട് അപ്പോൾ അതും ഇട്ടേക്കുന്നതും കഴുകണം. അപ്പോൾ അതേ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ഒതുക്കാം. അപ്പോൾ അതേ ഇതും ഇങ്ങനെ വലിച്ചു വരി കിടക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ ഒരു മാർക്കർ പറ്റിയതാട്ടോ. അത് പോകുന്നില്ല ഞാൻ എത്ര നോക്കിയിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് ഒതുക്കാം. ഈ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂഡ് തോന്നുമ്പോൾ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഡെയിലി ഒന്നും ഇങ്ങനെ ഒതുക്കാറൊന്നുമില്ല. പിന്നെ എല്ലാ സൺഡേ ഒന്നും ഒതുക്കാറൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു അതായത് ഈ തുണി മടക്കുന്നതെന്നൊക്കെ പറയുന്നത് ഒരു മൂഡ് തോന്നുമ്പോൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ എനിക്കെന്നെ ഇങ്ങനെ ഫീൽ ചെയ്യും വലിച്ചു വാരി കിടക്കുന്നത്, എനിക്ക് ഭയങ്കര ബോറായിട്ട് കിടക്കുന്നതെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ്. അതും എനിക്കിങ്ങനെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ കേട്ടോ, വൈകുന്നേരമാണ് എനിക്കിങ്ങനെ മൂഡ് വരുന്നത്. അപ്പം ഞാൻ അത് ഫുള്ള് വലിച്ചു വാരിയിട്ടിട്ട് കണ്ട് ഓരോന്നായിട്ട് സെക്ഷനാക്കിയിട്ട് ഞാനെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഷെൽഫില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അശയിൽ കേട്ടോ തുണി വിരിച്ചിരുന്നത്. എനിക്കൊന്ന് ഷെൽഫ് ഉണ്ടായിരുന്നു. എനിക്ക് റൂം കുറച്ചുണ്ട്. ഇപ്പം ഞങ്ങളുടെ 3 പേരുടെ കട്ടിലിൻ്റെ അവിടെയും 3 അയയുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു ഭംഗിക്കുറവ് റൂമിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാനങ്ങനെ എല്ലാം മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എന്താ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 6 മണി എന്തോ ആയിന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലോറിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വാഷ്റൂം അങ്ങനെ പുറത്തിറങ്ങി പോകണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹോസ്റ്റലായതുകൊണ്ട് നമുക്ക് രാത്രി ആയാലും വലിയ സീനൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ മടക്കി വൃത്തിയാക്കി സെറ്റാക്കി. അങ്ങനെ ഈ തുണിയെല്ലാം ഞാൻ ഒതുക്കിയിട്ടു.
പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു പാൻറ്റ് മാറിപ്പോയി, എൻ്റെ അല്ല ഈ വൈറ്റ് പാൻറ്റ്. ഇനി ഇത് തിരിച്ചു വന്നിട്ട് എൻ്റെ വൈറ്റ് പാൻറ്റ് എവിടെ തപ്പി കണ്ടുപിടിക്കണം. മൊത്തം മിക്സായി കിടക്കുന്നതുകൊണ്ട് ടെറസിൽ തുണി കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മൊത്തം മിക്സായി കിടക്കുന്നതുകൊണ്ട് ആരുടെ എന്തുവാണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരുപാട് തുണി കഴിയുന്നതുകൊണ്ട് നോക്കില്ലല്ലോ, വലിച്ചെടുത്തിട്ടിങ്ങ് വരും. പിന്നെ ഇത് കൊണ്ടിട്ട് എൻ്റെ പാൻറ്റ് എടുത്തിട്ട് വരണം. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് ഒരു 6:30 കണ്ടായെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ നിന്ന് കുളിച്ചിട്ട് ഇത് കൊണ്ടുവന്നിടാം. കുളിച്ച് പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഒരു ജോഡിയും കൂടെ ഉണ്ട്, അത് കഴുകിയിടണം. അപ്പോൾ ഞാൻ അങ്ങനെ ദേ പോയി കുളിച്ച് തുണിയെല്ലാം കഴുകിയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പോയി കുളിച്ച് സെറ്റായിട്ട് വന്നു. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, അപ്പോൾ ഇനി എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡ്രോയിങ് ബുക്ക് എടുത്ത് എൻ്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയും ഡ്രോയിങ് എന്ന് പറയുന്നത്. ബിക്കോസ് എനിക്ക് അല്ല എന്താ പറയുക എന്തോ പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡ്രോയിങ് ബുക്ക് എടുത്തു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ്ങിൻ്റെ ഹോബി എന്ന് പറയുമ്പോൾ എനിക്ക് കാണാതെ വരയ്ക്കല്ല, എനിക്ക് കണ്ടു വരയ്ക്കാൻ അറിയത്തുള്ളൂ. കാണാതെ വരയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൂവും കായും വീടും മലയും കുന്നൊക്കെ അറിയാവുള്ളൂ. പക്ഷെ കണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അതൊക്കെ വരയ്ക്കട്ടെ. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊന്നൊരു 4-5 ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5ാമത്തെ ബുക്കെന്ന് തോന്നുന്നു ഞാൻ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനത് എടുത്തില്ല. +2 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കുറേ പഠിക്കാനൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഞാനങ്ങനെ വെക്കേഷൻ 1-2 പടങ്ങൾ എന്തോ വരച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ ഫുള്ള് ടച്ച് പോയിരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നിപ്പോൾ ഒരു മൂഡ് തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് ഇടയ്ക്കിരിക്കുമ്പോൾ വരയ്ക്കാമല്ലോ. പിന്നെ ഇപ്പോൾ വീണ്ടും ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ല, വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അന്നിട്ട് ഇത് കുറേ ആയി ഞാൻ വരച്ചിട്ട്, കുറേ നാളായി വരച്ചിട്ട്. അപ്പം ഇവിടെ വന്ന് കുറച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് തോന്നി ഞാൻ വരച്ചത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താണ് ഞാൻ വരച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് തുടക്കം നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ എഴുതി അൽഹംദുലില്ലാ ഫോർ എവരിത്തിങ് എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഞാനൊരു എന്താ പറയുക എബൌട്ട് മീ എന്നുള്ള രീതിയിലൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് കുറേ പിക്ചറൊക്കെ ഞാൻ ഇവിടെ ഏതാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി കട്ട് ചെയ്യണം. ഇനി കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം ചെയ്ത പണിയാട്ടോ ഇത് ഞാൻ കുറേ നാളായി ചെയ്തിട്ട്. അപ്പം ആ ഒരു പടങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഇന്ന് വൈകുന്നേരത്തെ പണിയാണ്. അപ്പം ഞാൻ ചെയ്യാൻ തന്നെ എടുത്തിട്ട് കേട്ടോ. പക്ഷേ ഒത്തിരി സമയം പടം വരയ്ക്കാൻ തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ വരച്ചൊന്നും മനസ്സിലായി നടക്കൂല എന്ന്. പിന്നെ എനിക്ക് നോട്ട് എഴുതാനുണ്ട്. നോട്ട് എഴുതിയിട്ട് ടൈം ഉണ്ടെങ്കിൽ മൂടുണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ രാത്രി കുളിയും തുണിയെല്ലാം കണ്ടെങ്കിൽ ഞാനൊരു പാതിരാക്കളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സൺഡേ ഞാൻ ഒരു പാതിരാക്കളിയാണ്. കാരണം വെച്ചാൽ പകൽ ഫുള്ള് ഞാൻ ഉറക്കമായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെ കോളേജിൽ പോകുന്ന ടൈമിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും. പക്ഷേ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേ ഞാൻ ഫുൾ ഉറക്കമായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലായിരിക്കും എൻ്റെ കുളിയും നനയും ഒക്കെ. പിന്നെന്താ, അപ്പോൾ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്, കുളിച്ച് വന്നു. അപ്പോൾ ഞാനിനി എന്തായാലും സമയം കളയാണ്ട് വേറെന്തോ എൻ്റെ ഒരു ടോപ്പിൻ്റെ ഒരു വള്ളി പോയി കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റാക്കട്ടെ. അത് തയ്ക്കണം എന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നത്, പക്ഷേ എന്നും ഞാൻ മറന്നു. അപ്പോൾ അതിനൊന്ന് തയ്ക്കട്ടെ. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കുരുവൊക്കെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഫേസ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഞാൻ സ്കിൻ കെയർ ചെയ്യില്ല. ഞാനിങ്ങനെ സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴും. മറ്റേ ഞാൻ ഫേസ് ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഫേസ് വാഷൊക്കെ ഇടൽ കുറവാണ്, കുളിക്കുമ്പോൾ ഇടുന്നത് തന്നെ. പിന്നെ രാത്രി എങ്ങനെയാണ് തോന്നുന്നെങ്കിൽ വന്നിട്ട് മേല് കഴിയുമ്പോൾ ഇങ്ങനെ ഇടുന്നെങ്കിലൊക്കെ ഉള്ളൂ. രാത്രി ഇങ്ങനെ പ്രത്യേകിച്ച് ഇടാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് റോസ് വാട്ടർ കുറച്ചിടാമെന്ന്. അപ്പോൾ റോസ് വാട്ടർ പിന്നെ കയ്യിലും കല്ലൊക്കെ ലോഷൻ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഡ്രൈ ആവുന്നതുകൊണ്ട് എൻ്റെ മേല് മൊത്തം ഡ്രൈ ആവുകയാണ് ഗൈസ്. പിന്നെ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ചില സമയത്ത് ഓയിലി ആയിരിക്കും, ചില സമയത്ത് ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ ഫുള്ള് ഡ്രൈ ആണ് കേട്ടോ. ഫുള്ള് ഡ്രൈ എന്ന് വെച്ചാൽ ഫുള്ള് ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും മുഖത്ത് റോസ് വാട്ടറൊക്കെ ഇട്ട് കയ്യിലും കല്ലൊക്കെ ലോഷനൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ആക്സസറീസ് ഒക്കെ ആക്സസറീസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് റോസ് വാട്ടർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ റോസ് വാട്ടർ മാത്രമല്ല, റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേലത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് കുരു ആ റെഡ്നെസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇവിടെ മാമിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്കിൻ ഡോക്ടർ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ്, ഒരു കാര്യം ചെയ്ത് റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത്
മാമിനും ഇങ്ങനെ വരാറുണ്ടായിരുന്നു ഇവിടെ വന്ന ടൈമിലും. ആൾ മലയാളി കേട്ടോ, അപ്പം പുള്ളിക്കാരിക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പം റോസ് വാട്ടറും ഗ്ലിസറിനും തേച്ചിട്ടാണ് മാറിയത്. അന്നേരം ഇപ്പോഴും ഡ്രൈ ടൈമിൽ ചെറുതായിട്ടൊക്കെ വരാറുണ്ട്, എന്നാലും ഇത് ഫസ്റ്റ് ടൈമിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തേച്ചതിന് ശേഷമാണ് കുറച്ച് നല്ല കുറവുണ്ട്, ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് ഇല്ലെങ്കിൽ സ്കിൻ ഡോക്ടറെ കാണിച്ചാൽ പോരെ, വെറുതെ അവരുടെ കൊണ്ട് കാണിച്ചിട്ട് കുറേ ടാബ്ലറ്റ്സ് ഒക്കെ തരും, പിന്നെ നമുക്കത് അതിന് കുറേ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും നോക്ക്, പറ്റിയില്ല ഇത് ട്രൈ ചെയ്തിട്ട് ഓക്കെ അല്ലെങ്കിൽ മാത്രം സ്കിൻ ഡോക്ടറെ കാണിച്ചാൽ പോരേ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് ഉണ്ട്, കാരണം ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉറങ്ങാൻ നേരമാണ് ബോഡിയിൽ അപ്ലൈ ചെയ്യുള്ളൂ. ബോഡി എന്ന് വെച്ചാൽ കാല് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പ്രശ്നം. പിന്നെ എനിക്ക് കുഞ്ഞിലേ വന്നിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ആട്ടോ, കാര്യം പറഞ്ഞുകൊണ്ട് അപ്ലൈ അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ കുഞ്ഞിലേക്കെന്ന് വെച്ചാൽ എൻ്റെ കാൽസ്യം കൂടുതലിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുമായിരുന്നു. പക്ഷെ അത് കുറേ എനിക്ക് ഒരു 3-4 വർഷം ആയി അതിങ്ങനെ വന്നിട്ട്. അത് എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ സമയം, എനിക്ക് മഴയൊക്കെ കൂടുതലുള്ള സമയത്ത് കുറേ എന്താ പറയുക മുറ്റത്ത് അല്ലെങ്കിൽ നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ കുറേ ചെളിയൊക്കെ കിട്ടുന്നത്, അങ്ങനത്തെ അതും കൂടെ അതിൻ്റെ അണുക്കളും ഈ കാൽസ്യം എല്ലാം കൂടെ ആയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു. പക്ഷെ അത് 3-4 വർഷമായി. ഇതിൻ്റെ തുടക്കം ഞാൻ അങ്ങനെ ഉണ്ട് വിചാരിച്ചത്. പക്ഷേ അന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പിൽ ഇത് ഫുള്ള് കുരുകുരാ റെഡ് കളറിൽ വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് നല്ല മാറ്റം ഉണ്ടാകും, റെഡ്നെസ്സൊക്കെ നല്ലോണം കുറഞ്ഞു. അപ്പം ഞാൻ അത് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ വന്നപ്പോൾ റോസ് വാട്ടറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ വാങ്ങിച്ചുകൊണ്ടാട്ടോ വന്നത്, പക്ഷേ വന്ന് 3-4 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു എല്ലാം. പിന്നെ ഞാൻ ഫേസും കയറിയില്ല, മുടിയും കയറിയില്ല, ഒന്നും ഇല്ലാണ്ടായി. റോസ്മേരി വാട്ടറും വാങ്ങിച്ചിട്ട് അതുപോലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തൊന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് തിങ് ബോഡി ലോഷൻ. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആവുന്നുണ്ട് സ്കിന്ന്. ബട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു മഴയും കുറച്ച് ഒരാഴ്ച കൊണ്ട് മഴയും ഉണ്ട്, ബട്ട് നല്ലോണം ഡ്രൈ. അപ്പം ഗൈസ് നമ്മളിത് സൂചി നൂലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സൂചി നൂലും സെറ്റിപ്പിനും ഒക്കെ ഞാൻ വന്ന സമയത്ത് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് തോന്നിയെന്ന് അറിയില്ല, പക്ഷെ ഞാനത് എടുത്ത് വെച്ചു. പക്ഷെ അതിപ്പോൾ ഉപകാരപ്പെട്ടു. അന്ന് ഞാൻ ചിന്തിച്ചു എന്തിനാണ് എനിക്ക് സൂചി നൂലൊക്കെ, എനിക്കെന്ത് തയ്ക്കാനാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു, എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷെ ഇപ്പം അത് യൂസ്ഫുള്ളായി. ഈ സൂചി എവിടെയും താത്തു വയ്ക്കാൻ പറ്റില്ല, അതാണ് വേറെ മെയിൻ പ്രശ്നം. ഒന്നാമത് ഇവിടെ ഇടവില്ലാത്തതുകൊണ്ട് എങ്ങോട്ട് താഴെ വല്ലതും പോയി കഴിഞ്ഞാൽ പിന്നെ അതതിൻ്റെയും വലിയ പണിയാണ്. ഈ കത്രിക ഞാൻ വാങ്ങിച്ചത് അണ്ടർ ഫ്ലോപ്പി കത്രികയായിരുന്നു കേട്ടോ. ഈ മൂർച്ചയെന്ന് പറയുന്ന സാധനം ഇങ്ങനെ അറിഞ്ഞു. ഈ സൂചി ഈ നൂല് സൂചിയിൽ കയറ്റുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്കുള്ള പരിപാടി. പെട്ടെന്ന് കയറി. നമ്മളിങ്ങനെ കയറ്റിയിട്ടുണ്ടല്ലോ, ഇപ്പുറത്തൂടെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഊരി ഇങ്ങ് വരുന്നൊരവസ്ഥ ഉണ്ട്. അത് ഭയങ്കര നഷ്ടമായി. അങ്ങനെ ഞാൻ അതൊക്കെ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് നോട്ട് എഴുതാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നോട്ട് എഴുതട്ടെ. എന്നിട്ട് എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു തുടങ്ങുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇരുന്ന് നോട്ട് എഴുതട്ടെ. നമ്മൾ ഇന്നലെ റൂമിനകത്ത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അതിനെടുത്ത് ചൂടാക്കി. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് ചൂടാക്കിയൊക്കെ വെച്ചതാട്ടോ. ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്കും കഴിച്ചു,
രാത്രിയിലും കഴിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചു. രാവിലെ എടുത്ത് ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്, ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ പോയിട്ട് വരാം. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നേരത്തെ പറഞ്ഞ സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഫേസൊക്കെ കഴുകിയിട്ട് ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. പിന്നെ പെട്ടെന്ന് വന്നിട്ട് മുഖമൊക്കെ കഴുകി സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങി. കാരണം പിറ്റേന്ന് രാവിലെ പിന്നെ എണീറ്റ് നമ്മുടെ ഡ്യൂട്ടി തുടങ്ങണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എനിക്ക് എത്രയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് ഇടാമെന്ന് ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇന്ന് 5-ാം തീയതി, 6-ാം തീയതി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 6-ാം തീയതിയാണ്. പക്ഷേ ഇത് 7-ാം തീയതിയേ വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് 6-ാം തീയതി രാത്രി 10 മണിക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ എഡിറ്റ് ചെയ്ത് വയ്ക്കാം. കാരണം നാളെയും എനിക്ക് കിട്ടില്ല, പിന്നെ നാളെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നാളത്തേക്കൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നലെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തത് 5-ാം തീയതി ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിരുന്നു 6-ാം തീയതി അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പറ്റിയില്ല. അപ്പോൾ നാളെ എന്തായാലും 7-ാം തീയതി എൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൈവ് വരാൻ പറ്റുമെന്ന് ഞാനിത് ചെക്ക് ചെയ്തില്ല കേട്ടോ. പക്ഷേ 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നടക്കുവാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഇട്ടിട്ട് ലൈവ് വരുന്നതായിരിക്കും. നേരത്തെ കമ്മ്യൂണിറ്റി ഇട്ടിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ആരും കാണില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കമൻറ്റ് ഇടുന്ന ഫെബെങ്കിലും കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ട് വരുന്നതായിരിക്കും ലൈവിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.